ഹായ് ഓൾ. നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് കൂടുതലും ഈ കൊറിയൻസിനെ പോലെ സ്കിന്നിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് കുറവല്ലേ. നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ കഴിച്ചോളും. ഓയിൽ ഫുഡാണെങ്കിലും അതേപോലെ ജങ്ക് ഫുഡാണെങ്കിലും എങ്ങനെയുള്ള ഫുഡാണെങ്കിലും നമ്മൾ കഴിച്ചോളും അല്ലേ. നമ്മുടെ സ്കിന്നിൽ നല്ല ഡാമേജ് ഉണ്ടാവും. പിമ്പിൾ മാർക്ക്, ഡാർക്ക് സ്പോട്ട്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും ഫേസിൽ. ഏറ്റവും കൂടുതൽ സ്കൂൾ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം ആണല്ലേ പിമ്പിൾസ്. അതിനൊരു കിടിലൻ ഓയിൽമെന്റുമായിട്ടാണ് ഞാൻ വന്നത്. ഇതാണ് ആ ഓയിൽമെന്റ്. ഇത് നമ്മൾ നൈറ്റില് വളരെ തിൻ ലെയർ ആയിട്ട് ഫേസിൽ എവിടെയാ പിമ്പിൾ മാർക്ക് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മോർണിംഗിൽ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കൊടുക്കുക. അത്രേ വേണ്ടൂ. ഇത് ഡെയിലി ചെയ്തെങ്കിൽ നമ്മുടെ പിമ്പിൾസ് എല്ലാം റിമൂവ് ആവുന്നതാണ്. 100% റിസൾട്ട് ആണ് ഇതിന്. തീർച്ചയായും ഈ ഓയിൽമെന്റ് ഉപയോഗിക്കുന്നത് ബെസ്റ്റ് ആയിരിക്കും. അത്രക്കും ഉറപ്പ് ഞാൻ പറയുന്നു. നമ്മളെ പിമ്പിൾസ് ഫുൾ റിമൂവ് ആവും. സ്റ്റുഡന്റ് അവർക്കാണ് ഏറ്റവും കൂടുതൽ പിമ്പിൾ മാർക്ക് ഉണ്ടാകുന്നത്. അതേ വലിയ വലിയ പിമ്പിൾസ് ഉള്ളവർക്ക് പോലും ഇത് ഈ ഒരു ഓയിൽമെന്റിൽ റിമൂവ് ആവുന്നതാണ്. ഒരു ദിവസം 2 ദിവസം കൊണ്ടൊന്നും പോയില്ല. ഇതൊരു 2-3 ഓയിൽമെന്റ് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ഫുൾ ആയിട്ടും റിമൂവ് ആയി പോവും. നമ്മുടെ ഫേസിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കൂടുതലാകുമ്പോഴാണ് നമുക്ക് പിമ്പിൾസ് ഉണ്ടാവുന്നത്. അതേപോലെ ഡാൻഡ്രഫിന്റെ പ്രശ്നമുള്ളവർക്ക് പിമ്പിൾസ് വരാവുന്നതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്കാൽപ്പിലെ ഡാൻഡ്രഫ് റിമൂവ് ആക്കണം. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ആകുമ്പോൾ തന്നെ അത് റിമൂവ് ആക്കണം. ഏറ്റവും കൂടുതൽ പിമ്പിൾസ് വരുന്നത് ഓയിൽ സ്കിന്നിനാണ്. അപ്പോൾ ഓയിൽ സ്കിൻ ഉള്ളവർ അത്രക്കും കെയർ കൊടുക്കണം സ്കിന്നിന്. പിന്നെ ഓയിൽ ഫുഡ് കഴിക്കുന്നത് കുറച്ച് കുറക്കണം, വെള്ളം നല്ലോണം കുടിക്കണം. അങ്ങനെയൊക്കെ കുറച്ച് കെയർ ചെയ്തെങ്കിൽ നമുക്ക് പിമ്പിൾസ് വരുന്നത് കുറയുന്നതാണ്. ഇത് ആവശ്യമുള്ളവർ കമന്റ് ചെയ്തോ, ഞാൻ ലിങ്ക് ഇട്ട് തരുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.